നേത്രബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ഗതാഗത മന്ത്രി പുറപ്പെടുവിച്ച ഡ്രൈവിംഗ് സർക്കുലർ അശാസ്ത്രീയമായതാണെന്ന് ആരോപിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സിന്റെ പ്രതിഷേധം. 27 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം പട്ടാമ്പിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഗതാഗത മന്ത്രി പുറപ്പെടുവിച്ച അശാസ്ത്രീയമായ ഡ്രൈവിംഗ് സർക്കുലറിനെതിരെ മാർച്ച് 27 ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിലും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തിയത്. ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു വിളംബര ജാഥ നടത്തിയത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS രവി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, റോഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഗതാഗത മന്ത്രിയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങൾ മെയ് മാസം 1-ാം തീയതി മുതൽ, അതായത് 2024 മെയ് മാസം 1-ാം തീയതി മുതൽ ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഈ മെയ് 1-ന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് അവസാനം കുറിക്കപ്പെട്ട് വിജയം വരിച്ച ദിവസമാണ് മെയ് മാസം 1-ാം തീയതി. സാർവദേശീയ തൊഴിലാളി ദിനമായി തൊഴിലാളികൾ അംഗീകരിക്കുന്ന ദിവസമാണ് മെയ് മാസം 1-ാം തീയതി. നമുക്കറിയാം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. 1885 ചിക്കാഗോ തെരുവീതികളിൽ, അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതികളിൽ ഭരണകൂടത്തിൻ്റെ സമഗ്രാധിപത്യത്തിനെതിരെ തൊഴിലാളി വർഗം അവരുടെ നിലനിൽപ്പിനായി, അതിജീവനത്തിനായി പോരാടി അന്തിമ വിജയം നേടിയ സമരമാണ് ചിക്കാഗോ സമരം. ആ സമരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാ വർഷവും ഓർമ്മിപ്പിക്കുമാറാണ് എല്ലാ വർഷവും മെയ് മാസം 1-ാം തീയതി സർവ്വദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതും അന്നേ ദിവസം ലോകമെമ്പാടും അവധിയായിരിക്കുന്നതും. ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട ആ ദിവസം, അതിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മുടെ മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലിനെ തന്നെ ഹനിക്കുന്ന രീതിയിൽ തീരുമാനം എടുത്തിട്ടുള്ളത്, ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വളരെ ദൗർഭാഗ്യകരമാണ്.